ഇന്നത്തെ ക്ഷേത്രങ്ങളിലൂടെ എന്ന വ്ലോഗിൽ നമ്മൾ കാണാൻ പോകുന്നത് പഴനി ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രത്തെക്കുറിച്ചാണ്. പഴനി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരും പോകുന്ന ഒരു മുരുകന്റെ അതിപ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. ഇത് തമിഴ്നാട്ടിലെ ദിണ്ടിക്കൽ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. അതിപ്രശസ്തമായ സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് പഴനി ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രം. ഭഗവാൻ മുരുകന്റെ പ്രധാനപ്പെട്ട 6 സങ്കേതങ്ങളിൽ, അതായത് 6 സങ്കേതം എന്ന് പറയുന്നത് 6 പടൈ വീടുകൾ, അതിൽ മൂന്നാമത്തതാണ് പഴനി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 9 സിദ്ധ ഔഷധങ്ങൾ ചേർത്താണ് ഭഗവാന്റെ വിഗ്രഹം നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അതിനാൽ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്ന പഞ്ചാമൃതത്തിനും ചന്ദനത്തിനും ഔഷധത്തിന്റെ ഗുണമുണ്ടെന്നാണ് ഭക്തർ കരുതുന്നു. പഴനി മുരുകന്റെ പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറോട്ട് നോക്കിയാണ്. അതായത് കേരളത്തിന്റെ അഭിമുഖമായാണ് പഴനി മുരുകൻ നോക്കി നിൽക്കുന്നത്. അതിനാൽ കേരളത്തിന്റെ അനുഗ്രഹദാതാവാണ് പഴനി ആണ്ടവനെന്ന് മലയാളികൾ വിശ്വസിക്കുന്നു. ഈ പഴനി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത്, പഴനി എന്ന പേര് വന്നത് നാരദമുനി നൽകിയ ജ്ഞാനപ്പഴത്തിനായി ഗണപതിയുമായി പിണങ്ങി കൈലാസം വിട്ട് ഇറങ്ങിയ മുരുകൻ എത്തിച്ചേർന്ന സ്ഥലമാണ് പഴനി. നീ തന്നെയാണ് പഴം എന്ന് ശിവൻ പറഞ്ഞതിൽ നിന്നുമാണ് പഴനി എന്ന പേര് വന്നത്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ എന്ന് പറയുന്നത് കാവടി എടുക്കുന്നതും തല മുണ്ടനം ചെയ്യുന്നതുമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. ഇവിടുത്തെ പഞ്ചാമൃതം വളരെ പ്രസിദ്ധമാണ്. ഇപ്പൊ പഴനിയിലേക്ക് പോകുന്നവർക്കുള്ള യാത്രാ സൗകര്യം ദിക്കലിൽ നിന്ന് ഏകദേശം 65 കിലോമീറ്റർ അകലെയാണ് പഴനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മലമുകളിലുള്ള ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതിന് പടികൾക്ക് പുറമെ വിഞ്ച്, റോപ്പ് കാർ സൗകര്യങ്ങളും ദിവസം ഏർപ്പാടാക്കിയിട്ടുണ്ട്. സാധാരണ ദിവസങ്ങളിൽ രാവിലെ 5 മണി മുതൽ രാത്രി 8 മണി വരെയാണ് നമുക്ക് ക്ഷേത്ര ദർശനമുള്ളത്. ഉത്സവ ദിവസങ്ങളിൽ പുലർച്ചെ 4 മണി മുതലും ക്ഷേത്ര ദർശനം സാധ്യമാണ്. തൈപ്പൂയം, വൈകാശി വിശാഖം, പൈങ്കുനി ഉത്രം, ശൂരസംഹാരം എന്നിവയാണ് മുരുകന്റെ പ്രധാന ആഘോഷങ്ങൾ. ഭഗവാന്റെ തങ്കത്തേര് വലിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. മുമ്പ് അതിന്റെ വീഡിയോയും ഫോട്ടോയും ഒക്കെ നമുക്ക് എടുക്കാമായിരുന്നു. ഞാനും മുൻകാലങ്ങളിൽ പോയപ്പോൾ അതിന്റെ വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഫോണോ അല്ലെങ്കിൽ ക്യാമറയോ എന്നിവയുമായി പടി കയറുന്നത് സ്ട്രിക്ട്ലി വിലക്കിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അതൊന്നും കൊണ്ട് ഇനി പഴനിയിൽ പോകുന്നവർ അതൊന്നും കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിക്കുക. കൊണ്ടുപോയാൽ അവിടെ അത് സൂക്ഷിക്കുന്നതിനുള്ള ഏർപ്പാട് ദേവസ്വം ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഫോണും ക്യാമറയും ബാഗെല്ലാം നമ്മൾ അവിടെ വെച്ച് സൂക്ഷിച്ചതിന് ശേഷം മാത്രമേ പടി ആദ്യമായി ഗണപതി ഭഗവാനെ തൊഴുതിട്ട് പടി കയറുന്നതിന് ചെക്കിംഗ് ഉണ്ടാവും. അത് അവിടെ വെച്ചതിന് ശേഷം മാത്രമേ നമ്മളെ പടി കയറ്റി വിടത്തുള്ളൂ. അപ്പോൾ ഇനി പോകുന്നവർ ശ്രദ്ധിക്കുക. കഴിവതും അത് താമസിക്കുന്ന സ്ഥലത്ത് തന്നെ വെച്ചിട്ട് പോകാൻ ശ്രമിക്കുക. ഇപ്പോൾ പഴനിയിൽ പോകുമ്പോഴുള്ള പ്രധാനപ്പെട്ടമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായും ഇടനിലക്കാരെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. കാര്യം എല്ലാ വഴിപാടാണെന്ന് പറഞ്ഞാലും ശരി, ഇപ്പൊ തങ്കത്തേര് വലിക്കുന്ന സീറ്റ് എടുക്കാനാണെന്ന് പറഞ്ഞാലും ശരി, അതൊക്കെ അഭിഷേകത്തിനാണെന്ന് പറഞ്ഞാലും ശരി, പഞ്ചാമൃത അഭിഷേകത്തിനാണെങ്കിലും ഭസ്മാഭിഷേകത്തിനാണെങ്കിലും എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും ശരി, ദേവസ്വവുമായി നേരിട്ട് ബന്ധപ്പെട്ട് ചീട്ടാക്കുന്നതായിരിക്കും നല്ലത്. യാതൊരുവിധ ഇടനിലക്കാരുമായിട്ടും ബന്ധപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. എങ്ങനെയൊക്കെ വന്നാലും ശരി നമ്മൾ പറ്റിക്കപ്പെടും. അതുകൊണ്ട് നേരിട്ട് ദേവസ്വവുമായി ബന്ധപ്പെട്ട് മാത്രം എല്ലാ വഴിപാടിനെയും ചീട്ടാക്കാൻ ശ്രമിക്കുക. അപ്പം എല്ലാവർക്കും ഭഗവാൻ മുരുകന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മറ്റൊരു ക്ഷേത്രത്തിലെ ഐതിഹ്യവും വിശേഷങ്ങളുമായി കാണാം.